ഒറ്റയ്ക്ക് 40 സീറ്റ് പോലും തികച്ച് കോൺഗ്രസ് 2001 ശേഷം നേടിയിട്ടില്ല എന്നത് ചരിത്രപരമായ സത്യമാണ്. കേരള നിയമസഭയിൽ കോൺഗ്രസിന് 2001 ശേഷം പിന്നീടുണ്ടായ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് 2011 38 സീറ്റ് നേടിയതാണ്. ഒന്ന് താരതമ്യം ചെയ്തു നോക്കണം CPIM-ഉം കോൺഗ്രസും തമ്മിലുള്ള വോട്ട് ഷെയറുമായി ബന്ധപ്പെട്ട കാര്യവും അതുപോലെ തന്നെ സീറ്റുകളുടെ എണ്ണവും. കോൺഗ്രസിന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. സമ്പൂർണ്ണ വിജയം എന്ന് പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആധിപത്യം 2019 ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഒഴികെ മറ്റെല്ലായിടത്തും UDF സ്ഥാനാർത്ഥികളുടെ വിജയം. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വന്നപ്പോൾ വീണ്ടും താപ്പോട്ടേക്ക്. ഇതാ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 വരുമ്പോൾ കോൺഗ്രസ് മിന്നുന്ന വിജയമാണ് നേടുന്നത്. ആലത്തൂരും തൃശ്ശൂരും ഒഴികെ മറ്റെല്ലായിടത്തും ഭൂരിപക്ഷം വീണ്ടും കോൺഗ്രസിൻ്റെ കുത്തനെ വർദ്ധിക്കുന്നു. 40,000 വോട്ടിന് ജയിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ ഇക്കുറി ജയിച്ചത് 1,00,000 വോട്ടിന്. 95,000 വോട്ടിന് ജയിച്ച K. സുധാകരൻ ഇത്തവണ ജയിച്ചത് 1,10,000 വോട്ടിന്. 85,000 വോട്ടിന് ജയിച്ച കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ MK രാഘവൻ ഇത്തവണ ജയിച്ചത് 1,50,000 വോട്ടിന്. അതുപോലെ തന്നെ 85,000 വോട്ടിന് വടകരയിൽ K. മുരളീധരൻ ജയിച്ചെടുത്ത് ഷാഫി പറമ്പിൽ 1,15,000-ൽ പരം ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറി. ഇത്തരത്തിൽ പോകുന്നു കോൺഗ്രസ് നേതാക്കളുടെ ഭൂരിപക്ഷത്തിൻ്റെ കണക്ക്. ഹൈബി ഈഡന്റെ ഭൂരിപക്ഷം 2.5 ലക്ഷമാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ലീഡിലേക്കാണ് ഓരോ നേതാക്കളും ചുവടുവെച്ച് കയറിയത്. എന്നിട്ടും എന്തുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് താപ്പോട്ടേക്ക് പോകുന്നു? അതിൻ്റെ കണക്കുകൾ നോക്കണമെങ്കിൽ കൃത്യമായി മനസ്സിലാക്കാം. ഇക്വേഷൻ പ്രകാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മത്സരമാണ് യഥാർത്ഥത്തിൽ കേരളം എങ്ങോട്ടേക്ക് ചായുന്നു എന്നുള്ളത് വിലയിരുത്തപ്പെടുന്നത്. അതിൽ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ മാത്രം തട്ടിച്ചു നോക്കാൻ കഴിയില്ല. കേരളത്തിലെ 80ഓളം നിയമസഭാ മണ്ഡലങ്ങളും കൃത്യമായി വരുന്നത് ഗ്രാമപഞ്ചായത്തുകൾ വരുന്ന രീതിയിൽ, അതായത് ത്രിതല പഞ്ചായത്തുകളുടെ രീതിയിലേക്കാണ്. അതായത് 80ഓളം നിയോജക മണ്ഡലങ്ങൾ 140 ഉള്ളതിൽ ത്രിതല പഞ്ചായത്തുകളാണ് കൃത്യമായി അധികാര വികേന്ദ്രീകരണം നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, അതുപോലെ ജില്ലാ പഞ്ചായത്ത്, 14 ജില്ലകളിലായി 14 ജില്ലാ പഞ്ചായത്താണുള്ളത്. ഇവിടെ വലിയ രീതിയിലുള്ള പോരാട്ടം തന്നെ നടക്കും. സ്വാഭാവികമായും ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും എങ്ങനെയാണ് സ്ഥിതിഗതികൾ അതുകൂടി വിലയിരുത്തുമ്പോൾ ഈ 80 നിയോജക മണ്ഡലത്തിൽ ഏകദേശം ഉണ്ടാവാൻ പോകുന്ന സർവേ ഫലങ്ങൾ വ്യക്തമാണ്. ഗ്രാമപഞ്ചായത്തിൽ വോട്ട് ചെയ്തൊരു വ്യക്തി ബ്ലോക്ക് പഞ്ചായത്തിൽ LDF-നാണ് വോട്ട് ചെയ്തതെങ്കിൽ ചിലപ്പോൾ UDF-നായിരിക്കും വോട്ട് ചെയ്യുക, ചിലപ്പോൾ BJP-ക്കായിരിക്കും വോട്ട് ചെയ്യുക. അത് പറയാൻ കഴിയില്ല. പ്രാദേശിക വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ വരുമെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ കുറച്ചുകൂടി ഒരു വാസ്റ്റ് സ്കെയിലിലേക്കും ജില്ലാ ഡിവിഷനിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ആധിപത്യത്തിലേക്കും വരും. അതുകൊണ്ട് അവിടുത്തെ മൊത്തം സെനാറിയോ പറയാൻ കഴിയില്ല. എന്നാൽ ആകെ തുകയായി ഈ 80 മണ്ഡലങ്ങളിലെ മുൻതൂക്കം പ്രവചിക്കാം. 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കം ഉണ്ടായിരുന്നു. ഏകദേശം 500-ലേറെ ഗ്രാമപഞ്ചായത്തുകൾ ഭരണം നിലനിർത്താൻ കഴിഞ്ഞു. അതാണ് ഒരു പരിധിവരെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ വിജയം ആവർത്തിക്കപ്പെട്ടതിൻ്റെ രഹസ്യം. ഇത് കോൺഗ്രസ് അടിത്തട്ടിൽ ഉടച്ചു വാർത്താൽ മാത്രമേ നടക്കുന്ന കാര്യമുള്ളൂ. K. സുധാകരനെ മാറ്റാൻ വലിയ രീതിയിൽ വെമ്പൽ കൊള്ളുന്നവർ K. സുധാകരൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നതുകൂടി പറഞ്ഞാൽ കൃത്യമാകാമായിരുന്നു. K. സുധാകരന് പകരം ആൻ്റണിയെ പ്രതിഷ്ഠിച്ചാൽ ഈ പാർട്ടി പിരിച്ചുവിടുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് വ്യക്തം.